സാറാ, നീ ഏതെങ്കിലും മാർഗത്തിൽ മണ്ഡപത്തിലേക്ക് എത്തുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ നിന്നോടൊപ്പം ഇവളെ ഞാൻ പ്രതീക്ഷിച്ചില്ല. കാതറിൻ, നീ പ്രതികാരം ചെയ്യാൻ വന്നതാണല്ലേ? അതെ. നിത്യയുടെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പ് നിങ്ങളുടെ 2 പേരുടെയും ജീവൻ എടുക്കേണ്ടി വന്ന അത് ഞാൻ ചെയ്യും. സാറ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ, നിത്യ എനിക്ക് വേണം. അതിന് തടസ്സം നിൽക്കാൻ നീയല്ല. നിന്നെപ്പോലെ ഒരു 100 പേര് വന്നാലും എന്താ ചെയ്യേണ്ടതെന്ന് ഈ ജീവൻ അറിയാം. തിരുമേനി, കഴകക്കാരൻ 2 പേര് കോവാണ്. ഇനി എന്താ ചെയ്യണ്ടേ? അതിപ്പോ താൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോളൂ. എന്താ തിരുമേനി? 2 താലിമാലകൾ ഒരുപോലെയായിരുന്നു. പരസ്പരം മാറിപ്പോയോന്നൊരു ശങ്ക. അയ്യോ, ആശങ്ക മാത്രമാണ്. മാറിയിട്ടുണ്ടെങ്കിൽ പരിഹാരം ചെയ്തു കൊടുക്കാം. ഭഗവാനേ. എന്തായി മോളെ? സാറയുടെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫാ. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. ഒടുവില് ചെറിച്ചൻ വന്നല്ലോ. അല്ല, ചെറിയമ്മ എവിടെ? തുതി എവിടെ? മോളെ, ഞങ്ങള് ഈ വിവാഹം കൂടാൻ വന്നതല്ല. അവസാനമായിട്ട് നിന്നോടും അച്ഛനോടും. വേണ്ട ചെറിയച്ച, ഇനി ഒരു മുടക്കത്തിന് ശ്രമിക്കണ്ട.
വന്നിരിക്കുന്ന ബന്ധുക്കളുടെ മുന്നിൽ നിങ്ങൾ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാൽ ഒരുപക്ഷെ അവരെ ഇറങ്ങിപ്പോവും. പക്ഷെ എന്റെ അച്ഛൻ പിന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചെറിയച്ഛൻ വേദനിപ്പിച്ചാല് അച്ഛന് വല്ലാണ്ട് നോവും. കാരണം അത്രയ്ക്ക് ഇഷ്ട ചെറിയച്ഛനെ. ഞാൻ പോട്ടെ. അങ്ങോട്ടൊന്നും പറയിപ്പിച്ചില്ലല്ലോ അവള്. അച്ഛാ, മണ്ഡപത്തിന്റെ ഒരു ഭാഗത്തും സാറയും കതറിനും ഇല്ല. എങ്കിൽ നമ്മൾ സംശയിച്ചത് ശരിയാ. അവർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. തടസ്സങ്ങൾ എത്ര അവൻ വെട്ടിമാറ്റിയാലും വിടില്ല ഞാൻ. ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ കല്യാണം മുടക്കാൻ തന്നെയാ. ശരവണ, ജീവൻ എവിടെ? தெரியல மேடம். அம்மா கூட கோவிலில் வந்தது தான் நான் நினைச்சேன். അവന്റെ ഏതോ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അവരെ ഇരുത്തിയിട്ട് അമ്പലത്തിലേക്ക് വരാമെന്ന് പറഞ്ഞതാ. ഇവിടെ എങ്ങും നോക്കിയിട്ട് കാണുന്നില്ല. ആഹാ, എടോ താൻ ഇവിടെ നിൽക്കായിരുന്നു. താലി പൂജിക്കാൻ കൊടുത്തിട്ട് മോള് നടയിൽ നിൽക്കുക. ജീവൻ എവിടെ രഘുവേട്ടാ? അല്ല, ഇതിനിടയിൽ അവനോട് പോയി. ദാ ഏട്ടൻ വരുന്നല്ലോ. അതാ വന്നിട്ടേ. എടാ, നീ ഇത് എവിടെ പോയിരിക്കായിരുന്നുടാ? അമ്മ നിന്നെ അന്വേഷിച്ച് നടക്കായിരുന്നു. സോറി അമ്മേ, ഞാനിത് അങ്ങോട്ട് വരാൻ തുടങ്ങായിരുന്നു. ഇനി പറഞ്ഞു നിൽക്കാനൊന്നും നേരമില്ല. നീ വാ. ചെല്. അമ്മേ, ഏട്ടൻ ഈ ലോകത്തൊന്നും അല്ല കേട്ടോ. അമ്മയുടെ മോൻ കൈവിട്ട് പോയി. മോളെന്താ ഇങ്ങി പോന്നെ? താലി പൂജിച്ചു തന്നു. അമ്മയെ കാണാതായപ്പോ വാ, നമുക്ക് ഒന്നുകൂടി തൊഴുതിട്ട് വരാം. അല്ല, ഇനിയിപ്പോ വിവാഹം കഴിഞ്ഞിട്ട് പോയി പ്രദക്ഷിണം വെക്കാലോ, അതുപോരെ? അത് മതി സുജാതെ, നിങ്ങൾ ചെല്ല്. നല്ല ചേർച്ചയുണ്ട് രണ്ടുപേരെ ഒരുമിച്ച് കാണാൻ. അല്ലേ രഘുവേട്ടാ? തന്റെ സെലക്ഷൻ അല്ലേ സുജാതെ, ഉത്തമമായിരിക്കും. വാ. ആഹാ, വിമലും മണവാളം വേഷത്തിലാണല്ലോ. കൊള്ളാം. ഞാനാണ് മണവാളെന്ന് അയാൾക്കറിയില്ലല്ലോ. എന്തായാലും ഇനി കുറച്ച് നേരം കൂടി ഉള്ളൂ നിന്റെ ആഗ്രഹം നടക്കാൻ. ഞാൻ എപ്പോഴേ തയ്യാറാ. അല്ലമ്മേ, ജീവൻ ശരിക്കും എന്താ ചെയ്യാ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാ അവനത് നടത്തിയിരിക്കും. അതെനിക്ക് ഉറപ്പാ. അപ്പോ ഇനി നിത്യ എന്റെ പെണ്ണ. ഇവര് തമ്മിൽ അടുപ്പം ഉണ്ടായിരുന്നെങ്കിൽ അത് അങ്ങോട്ട് നേരത്തെ നടത്തി കൊടുക്കണ്ടേ രാമകൃഷ്ണ? ഞാൻ സംസാരിക്കാം. വേണ്ട,
ഞാനിപ്പോ എവിടുന്നാ വരുന്നെന്ന് അറിയോ? ഹോസ്പിറ്റലിൽ നിന്ന്. നീയും നിന്റെ അമ്മാവനും കൂടി കല്യാണം മുടക്കാൻ വന്നപ്പോ വീണ് പോയതാ. നിങ്ങളുടെ മനക്കെട്ടി ഒന്നും എന്റെ അച്ഛനില്ല. ആ മനുഷ്യനൊരു പാവല്ലേ. അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? എന്തിനാ? ശുശ്രൂഷിക്കാൻ വരാനാണോ? നിന്നെ കൺമുന്നിൽ കണ്ടാല് അച്ഛൻ കാർക്കിച്ച് തുപ്പും. ഈ നാട്ടില് നീ ഇതുവരെ കാണിച്ചിരുന്ന നിന്റെ കുറെ പ്രകടനങ്ങളുണ്ടല്ലോ, പരമയോഗ്യനാണെന്ന് കാണിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്ത ചില കാര്യങ്ങള്, അത് പ്രദർശിപ്പിക്കാൻ ഹോസ്പിറ്റൽ വരാന്തയിലേക്ക് നീ വന്ന് കേറിപ്പോവരുത്. കല്യാണം മുടക്കാൻ നീ ശ്രമിച്ചപ്പോ നിന്നോട് ഞാൻ ചോദിച്ചല്ലടാ അവളെ നീ ആഗ്രഹിച്ചിട്ടുണ്ടോന്ന്. അന്ന് പറയാറുന്നില്ലടാ നാണം കെട്ടവരെ നിനക്ക്. ഞാനാ മണ്ടൻ. ഒരു വയറ്റി പിറന്നില്ലെങ്കിലും സ്വന്തം പെങ്ങളാണ് അവളെന്ന് നീ പറഞ്ഞപ്പോ ഞാനതങ്ങ് വിശ്വസിച്ചു. പ്രായപൂർത്തിയായ അവളുടെ മേനിലേക്ക് ഒളിഞ്ഞു നോക്കുന്നവനാണ് നീയെന്നറിയാൻ അല്പം വൈകി. വേണോ? ഇനി ഈ നാട്ടിൽ ഒരുപാട് പേരുണ്ടല്ലോടാ, പെങ്ങളും മോളും എന്നൊക്കെ പറഞ്ഞ് നീ ചേർത്ത് പിടിക്കുമ്പോൾ അവരോട് ഇതൊക്കെ തന്നെയല്ലേ നിന്റെ പറച്ചില്. എനിക്ക് ഈ കാഴ്ച ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതാ ഐസിയുവിൽ കിടക്കുന്ന അച്ഛൻ്റെ അടുത്തൊന്ന് ഞാൻ ഇതുവരെ വന്നത്. ഇനി നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും ഇതോടെ അവസാനിച്ചു. ഒരു കാര്യം നീ ഓർത്തോ, ആശുപത്രി കിടക്കുന്ന എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാ നിന്റെ കുടുംബത്തേക്ക് ഞാൻ വരും. ആരെയും ചതിക്കാൻ ഉളുപ്പില്ലാത്ത നീ, നിന്റെ ഈ നെഞ്ചുണ്ടല്ലോ, നിന്റെ ഈ നെഞ്ചില് വെട്ടാൻ വരട്ടടാ. വേണു, അമ്പലത്തിലെ മണ്ഡപത്തിലെ നീ വിവാഹം കഴിക്കുന്ന അതേ മുഹൂർത്തത്തില് മറ്റൊരു വിവാഹം നടക്കുന്നുണ്ട്. ആരുടെന്നറിയോ നിനക്ക്? ഇത്രയും കാലം നീ ഒരുത്തിയുടെ പിന്നാലെ നടന്നിട്ടില്ലേ, അവളുടെ വിവാഹം. എന്നെ ചതിച്ച നിനക്ക് ദൈവം ഒരുക്കി വെച്ച വിധി. പിന്നെ അവളെ നഷ്ടപ്പെട്ടു പോയതില് നിനക്ക് വലിയ സങ്കടമൊന്നും ഉണ്ടാവില്ല. ഹരി മിടുക്കനല്ലേ. ഈ നാട്ടിലെ ഏത് അടുക്കളവാലിലൂടെ കയറിയാലും ആരും സംശയിക്കാത്ത ഒരുത്തൻ. പക്ഷെ കഴിഞ്ഞടാ. ഇനി നീ പുറത്തിറങ്ങാൻ നാണിക്കും. അവളെ കൂട്ടി നടക്കുന്ന നിന്നെ നാട്ടുകാരൻ നാറിന്ന് വിളിക്കും. അവരുടെയൊക്കെ മുന്നിൽ തന്നെ ഉണ്ടാവണം ഞാൻ. അമ്പലത്തിലെ മണ്ഡപത്തിലെ നീ വിവാഹം കഴിക്കുന്ന അതേ മുഹൂർത്തത്തില് മറ്റൊരു വിവാഹം നടക്കുന്നുണ്ട്. ആരുടെന്നറിയോ നിനക്ക്? ഇത്രയും കാലം നീ ഒരുത്തിയുടെ പിന്നാലെ നടന്നിട്ടില്ലേ, അവളുടെ വിവാഹം. അവനവന്റെ വിഷമം പറഞ്ഞു. എല്ലാം ശരിയാ. എനിക്ക് ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെടുകയാണല്ലോ. ഏട്ടാ, സാറേ ഇനി കാത്തിട്ട് കാര്യമില്ല. നമുക്ക് വേറെന്തെങ്കിലും ചെയ്തിട്ടേ കാര്യമുള്ളൂ. അച്ഛാ, ഇനി വിവാഹം മുടക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അയാളെ വിവാഹ മണ്ഡപത്തിൽ കയറരുത്. അയാള് ആ മണ്ഡപത്തിലുണ്ടാവാൻ പാടില്ല. ഇത്രയും തിരക്കിനിടയിൽ അതെങ്ങനെ നടക്കൂടാ? കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. ഇനി ഇവരെ ഏൽപ്പിക്കാം. മണ്ഡപത്തിനകത്തു പോണം.
കല്യാണ മണ്ഡപത്തിൽ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് മണവാളിനെ കണ്ടെത്തണം. മണ്ഡപത്തിന്റെ പിൻവാതിൽ വഴി അവനെ പുറത്തേക്ക് കൊണ്ടുവരണം. എന്താ സാധിക്കോ നിങ്ങളെ കൊണ്ട്? പേടിക്കണ്ട ശിവേട്ടാ, ഞങ്ങൾ ഏറ്റു. അവൻ ബലം പിടിച്ചാലേ ഒതുക്കാനുള്ള വഴി നോക്കാലോ അല്ലേ? എന്തു വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷേ 5 മിനിറ്റിനകം അവൻ ഞങ്ങളുടെ മുന്നിൽ എത്തണം. ചെല്ലടാ. ഇനി ഈ മാർഗം കൂടി നോക്കട്ടെ. അഴകിയ നിത്യ ഓ നിത്യയുടെ ചക്കന ഓ ഇന്ന് വിമൽ കുമാറിന് കല്യാണ ഓ ഓ ആ. ഓ, ഓ, ഇത് റെയ്ബൻ ഗ്ലാസ്സാ. ഇത് ചവിട്ടി പൊട്ടിച്ച ഞാനൊരു അമ്മയെടുത്ത് പറഞ്ഞു കൊടുക്കും. അമ്മേ, അമ്മേ. വീട് അമ്മേ. അതെ, ഇതുവരെ ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ ഭംഗിയായിട്ട് ചെയ്തു. ഇനിയിപ്പം മണ്ഡപത്തിൽ കയറേണ്ടത് എന്റെ മോനല്ലേ? നടക്കില്ല. മണ്ഡപത്തിൽ നടക്കുന്നത് എന്റെ നിത്യയുടെ വിവാഹമല്ലേ? ഷടാ, ഒരുമാതിരി പോക്കരത്തരം പറയരുത്. അമ്മായി, ഈ വിവാഹത്തിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായി. അത് തട്ടിമാറ്റാൻ എനിക്ക് അമ്മായിയുടെ സഹായം ആവശ്യം വന്നു. അല്ലാതെ ആ മന്ദബുദ്ധിയായ അമ്മായിയുടെ മകനെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി ഞാൻ എത്രയൊക്കെ മെനക്കെടോ? ഷടാ, അപ്പൊ നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ? ദേ, നടന്നതൊക്കെ ഞാൻ ആളുകളുടെ മുന്നിൽ വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ. ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. നിത്യയെ ഞാൻ പെണ്ണ് കാണാൻ വന്ന ദിവസം മുതൽ ഈ വിവാഹം മുടക്കാൻ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഈ നിൽക്കുന്ന ഭൂരിഭാഗം പേർക്കും അറിയാം. ദേ, എന്നെക്കുറിച്ച് എന്തു പറഞ്ഞാലും ഈ നിൽക്കുന്ന ആരും വിശ്വസിക്കില്ല. പകരം അമ്മയും മോനെ അടിച്ച് പുറത്താക്കും. അതിനേക്കാളും നല്ലത് കെട്ടി ഒരുങ്ങി വന്ന സ്ഥിതിക്ക് കല്യാണത്തിൻ്റെ സദ്യ കൊണ്ടിട്ട് പോയാൽ പോരെ? സാറയ്ക്കും കാദറിനും വേണ്ടി ഓങ്ങിയ ഒരു കത്തി ഇപ്പോഴും എൻ്റെ അടുത്ത് ഭദ്രമായിട്ടിരിപ്പുണ്ട്. അതെടുത്ത് പ്രയോഗിക്കാനേ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ജീവനോട് കളിച്ചാലേ ഈ മണ്ഡപത്തിൽ അമ്മയും മോനും ചാകും. കേട്ടല്ലോ?